നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിൻ്റെ ഇടയ്ക്ക് രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഫലം കൂടി വന്നിട്ടുണ്ട്. ഒന്ന് അരുണാചൽ പ്രദേശ്, രണ്ട് സിക്കിം. അരുണാചൽ പ്രദേശിൽ BJP മൂന്നാമതും അധികാരത്തിൽ വരികയാണ്. 60-ൽ 56 സീറ്റ് പിടിച്ചിരിക്കുന്നു. പിന്നെ സിക്കിമിലും അവിടുത്തെ SKM എന്ന് പറയുന്ന കക്ഷി അധികാരത്തിൽ വരുന്നു. 32-ൽ 31 സീറ്റാണെന്ന് തോന്നുന്നു ഇതുവരെയുള്ള കണക്ക് പ്രകാരം. പക്ഷേ അവിടെ ഒന്നും കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ രസകരമായ കാര്യം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഈ വടക്ക് കിഴക്കൻ മേഖല മൊത്തത്തിൽ കൈവശം വച്ചിരുന്ന ഒരു പാർട്ടിയായിരുന്നു ഏറെനാൾ കോൺഗ്രസ്. അതിൽ ആഴത്തിൽ വേരോടിയിരുന്നു അവർ. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ നോക്കുമ്പോൾ വലിയ തോതിൽ പിന്നാക്കാവസ്ഥ അനുഭവിച്ചിരുന്ന ഒരു പറ്റം ആളുകൾ സംസ്ഥാനങ്ങളുമായിരുന്നു ഈ സപ്തസുന്ദരിമാർ എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ വടക്ക് കിഴക്കൻ മേഖല. അപ്പോൾ അതിനകത്ത് ആ മേഖലയ്ക്ക് വല്ലാത്ത സൗന്ദര്യവും, പിന്നെ ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ആ സംസ്കാരം വിളിച്ചു പറയുന്ന, അത് വളരെ കൃത്യമായ രീതിയിൽ തെളിഞ്ഞു കാണുന്ന ചില ക്ഷേത്ര സമുച്ചയങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ത്രിപുരയിലെ ത്രിപുരേശ്വരി ക്ഷേത്രം. പക്ഷേ ഇതിനകത്തൊക്കെ അപ്പോൾ ഈ ആൾക്കാർക്ക്, അത് ക്ഷേത്രത്തിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞതെന്ന് പറയുന്നത്, ഇത്തരം സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്താനുള്ള ഗതാഗത സൗകര്യങ്ങൾ പോലും മാറി മാറി വന്ന സർക്കാരുകൾ അവർക്ക് നൽകിയിരുന്നില്ല, അതിനുള്ള അവസരം പോലും അവർക്ക് കിട്ടിയിരുന്നില്ല. മികച്ച ഗതാഗത സംവിധാനം ഒരുക്കി കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനത്തിൽ വളരെ പിന്നോട്ടടിച്ചിരുന്ന ഒരു കാലമായിരുന്നു അവർക്ക് ഈ കഴിഞ്ഞ കുറച്ചേറെ വർഷങ്ങൾക്ക് മുമ്പ് വരെ. അതിനുശേഷം സാവധാനത്തിലാണ് അവിടെ BJPയുടെ കടന്നുകയറ്റവും. അവിടെ കൃത്യമായി അവർ RSSൻ്റെ ഒക്കെ പിന്തുണയോടുകൂടി തന്നെ രാജ്യമൊട്ടാകും ചെയ്യുന്ന ചില പ്രവൃത്തികളുടെ സേവന പ്രവൃത്തികൾ വഴി അവർ കടന്നു കയറുകയും ആൾക്കാരിൽ പൊതുവേ ഒരു മാറ്റം സംഭവിക്കുകയും പിന്നീട് 14-ൽ BJP ഭരണത്തിൽ വരുമ്പോൾ കൃത്യമായ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾ ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മണിപ്പൂരിൽ നിന്നുമൊക്കെ പണ്ടൊക്കെ ഇപ്പോഴും ഒരു പരിധിവരെ വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പോലും ഉള്ളത് ഇപ്പോഴാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ വലിയ വലിയ ഈ ഷോപ്പിംഗ് മാളുകൾ, ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ആൾക്കാർക്ക് ഇങ്ങനെ പണ്ട് നമ്മൾ പോകണമെങ്കിൽ തന്നെ ഒന്നിൽ ആസാമിൽ അല്ലെങ്കിൽ കൽക്കട്ടയിൽ ചെന്നിറങ്ങി 3 ദിവസം 4 ദിവസം കറങ്ങി വേണം, ബസ്സിൽ യാത്ര ചെയ്താണ്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഇപ്പോഴാണ് അവർക്ക് ഈ മലനിരകളല്ലാതെ ഭാരതത്തിൽ മറ്റിടങ്ങളും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു, ഞാൻ ആമുഖമായി പറഞ്ഞതാണ് വാസ്തവത്തിൽ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മൂന്നാം വട്ടവും BJP തവണ അരുണാചൽ പിടിച്ചിറങ്ങിയിരിക്കുന്നു. കാരണം വെച്ചാൽ അത് സ്വാഭാവികമായിട്ടുള്ള ആൾക്കാരുടെ പ്രതികരണമായിട്ട് വേണം കണക്കാക്കാൻ. കാരണം എങ്ങനെ പെരുമാറണം, ആൾക്കാരുടെ വികസനം എന്നത് ഏതർത്ഥത്തിലുണ്ടാകണം എന്ന് ഈ കഴിഞ്ഞ കാലങ്ങൾക്കിടയിൽ ആൾക്കാർക്ക് മനസ്സിലായി. ആ മനസ്സിലായതിൻ്റെ വോട്ടുകളാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 46 വോട്ടുകളുടെ ഫലം കണ്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു. 10 സീറ്റുകൾ നേരത്തെ അൺഅപ്പോസ്ഡ് ആയിരുന്നു, അവിടെ 10 സീറ്റുകൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ബാക്കിയുള്ള 50കളിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ബാക്കിയുള്ള 50 സീറ്റുകളിലാണ് ഇപ്പോൾ ഫലപ്രഖ്യാപനം വേണ്ടി വന്നത്. അതിലാണ് ഇപ്പോൾ നമ്മുടെ ഈ സംഭവം എന്ന് പറയുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം, കോൺഗ്രസ് നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എന്ന പോലെ പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായ രീതിയിൽ കോൺഗ്രസ് ഒരു ഘട്ടം വരെ നിലനിന്നിരുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ സ്വാഭാവികമായി അവിടെ ആൾക്കാരിൽ നിന്ന് ഇങ്ങനൊരു തിരിച്ചടി ലഭിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു നല്ല ഭവിഷ്യത്ത് തന്നെയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. ഇനി രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എക്സിറ്റ് പോളുകൾ പോലും ഇത്തരത്തിലൊരു വിധിയാണ് അവിടെ വച്ചിരുന്നത്. എക്സിറ്റ് പോളുകൾ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴും എക്സിറ്റ് പോളുകൾ ഇപ്പോൾ സിക്കിമിലൊക്കെ വളരെ കൃത്യമായിട്ടാണ് അവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ എക്സിറ്റ് പോളുകൾ തെറ്റെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഇവിടെ സിക്കിമിൽ 1 സീറ്റും മറ്റിടത്ത് 2 സീറ്റുമാണ് ലോക്സഭയിൽ. അരുണാചൽ പ്രദേശിൽ 2 സീറ്റുമാണ്. അവിടെയും നമ്മുടെ വിശകലനത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇക്കുറി നമ്മൾ ഈ 2 സീറ്റും കഴിഞ്ഞ 1 ഇത്തവണ 2 BJPക്ക് ലഭിച്ചേക്കും എന്നും നമ്മളത് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ എക്സിറ്റ് പോളുകളുടെ ഒരു നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോഴൊക്കെ അതിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് ചർച്ച ചെയ്തുവെങ്കിലും ഒരു 10-15% അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചിലപ്പോൾ പറയുന്നതിൽ വ്യത്യാസം വന്നെങ്കിലും അത് എക്സാക്റ്റ് അല്ല എങ്കിൽ കൂടിയും പക്ഷേ ഏതാണ്ടൊക്കെ ഒരു ഒത്തു നിൽക്കുമെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി തരാൻ ഈ സിക്കിമും നമ്മുടെ അരുണാചൽ പ്രദേശും അവസരം ഉണ്ടാക്കി തന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു വിഷയം കൂടെ എന്ന് പറയുന്നത്, വളരെ കൃത്യമായ ചിട്ടയോടുകൂടിയുള്ള
പ്രവർത്തനങ്ങളാണ് പിന്നെ BJP ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ വിഷയമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, വളരെ അൺബയസ്ഡ് ആയിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ 14 സീറ്റുകളിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഭാഗം 25, 26 മൊത്തം സീറ്റുകളിൽ നിന്ന് 14 സീറ്റുകളിലായിരുന്നു പിന്നെ എന്താണ് BJPക്ക് ലഭിച്ചിരുന്നത്. അത് ഇക്കുറി ഒരു പക്ഷേ ഒരു സീറ്റ് പിന്നോക്കം പോയാൽ പോലും വളരെ സത്യസന്ധമായിട്ട് നമ്മളത് പറഞ്ഞതാണ്. അപ്പോൾ അതായത് 14 16 നമ്മൾ പറഞ്ഞില്ല. ഒരു പക്ഷേ ഇക്കുറി ഒരു സീറ്റ് പിന്നോട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടി 13 നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഈ ഫലങ്ങൾ കണ്ടപ്പോൾ തോന്നുന്നു ഇതല്ല, ആ മേഖല ആകമാനം മാറിയിട്ടുണ്ടാകാനാണ് സാധ്യത വാസ്തവത്തിൽ. അപ്പോൾ ഇതൊരു ചൂണ്ടുപലകയാണ്. രാജ്യത്തിൻ്റെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം കഴിഞ്ഞ് വരുന്ന ഫലത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാണ് സത്യത്തിൽ ഈ ഫലം എന്ന് പറയുന്നത്. ഒരു സർക്കാർ എങ്ങനെ പ്രവർത്തിക്കണമെന്നും ഇവിടെ മുഖ്യമന്ത്രി 2 ഇടങ്ങളിൽ മത്സരിച്ചിരുന്നു. അപ്പോൾ അതിലൊക്കെ വിജയം കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായ ഒരു പിന്നെ ചൂണ്ടുപലകയാണ് വരാൻ പോകുന്ന എക്സിറ്റ് ഫലങ്ങൾ. നമുക്ക് പ്രവചിച്ചതുപോലെ പിന്നെ എക്സിറ്റ് ഫലങ്ങൾ എന്നാൽ നമുക്ക് പറഞ്ഞുകൂടാ എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. എക്സിറ്റ് സൂചനകളാണ്. ആ സൂചനകൾ പറയും പടി ഫലങ്ങൾ എത്തിപ്പെട്ടേക്കാനുള്ള സാധ്യതയാണ് ഈ 2 പിന്നെ സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയും ചില സ്ഥലങ്ങളിലെ റിസൾട്ടുകൾ വരാനുണ്ട്. അതും ഇങ്ങനെയാണോ എങ്കിൽ മാറാനുള്ള സാധ്യത ഇല്ല, ഏതാണ്ടൊക്കെ ഒത്തുപോകാനാണ് സാധ്യത. അതിനകത്ത് മറ്റൊരു കാര്യമുള്ളത്, ഈ കോൺഗ്രസ്സിന് ആ മേഖലയിൽ ഇപ്പോൾ എടുത്തു പറയാവുന്ന ഒരു തലപ്പൊക്കമുള്ള നേതാവില്ല എന്നുള്ളത് വലിയ ഉറപ്പായി. കാരണം പണ്ട് PA സാങ്മയെ ഇന്ത്യ എമ്പാടും അറിയപ്പെടുന്ന ഒരു നേതാവുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ NCPയിലേക്ക് ശരത് പവാറിനോടൊപ്പം പോയി. പിന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നു പിന്നീട് അവസാനം സ്വന്തമായി പാർട്ടി രൂപീകരിക്കുകയോ മറ്റോ ചെയ്തു. പുള്ളി അവിടുത്തെ മുഖ്യമന്ത്രിയൊക്കെയായി മാറുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ സാങ്മ പോയതിന് ശേഷം പിന്നീട് ആ മേഖലയിൽ ഒരു പ്രധാന നേതാവ് കോൺഗ്രസ് അങ്ങനെ വളർത്തിക്കൊണ്ടുവരാനും കോൺഗ്രസ് ശ്രമിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം വെച്ചാൽ ഈ തലപ്പൊക്കമുള്ള മുതിർന്ന നേതാക്കളുടെ വംശം കോൺഗ്രസ്സിൽ ഏതാണ്ട് അസ്തമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തലപ്പൊക്കമുള്ള നേതാക്കൾ ഇപ്പോൾ എനിക്ക് വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒട്ടേറെ നേതാക്കൾ കോൺഗ്രസ്സിലുണ്ടായിരുന്നു. ഈ ഒരു പാർട്ടിയുടെ ച്യുതി സംഭവിക്കുന്നത് നമ്മുടെ കണ്ണിന് മുമ്പിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടിക്ക് പലപ്പോഴും അബദ്ധമാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു കുടുംബ പാർട്ടി എന്നുള്ളത് ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചില ആൾക്കാരും ആ ഒരു ഉപജാപ വൃന്ദവും ഒക്കെ കൂടി ചേർന്ന് അതിൽ കൂടി വളർന്നു വരുന്ന ആൾക്കാർ മാത്രമാണുള്ളത്. അല്ലാതെ ഇപ്പോൾ അടുത്ത കാലത്ത് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പിൻ്റെ രീതി പോലും, സംഘടനാ തിരഞ്ഞെടുപ്പിൻ്റെ രീതി പോലും മാറുകയാണ്. പക്ഷേ ഇന്ത്യ ഒട്ടാകെ പല സംസ്ഥാനങ്ങളിലും മറ്റു പാർട്ടികളിൽ എന്നതുപോലെ കൃത്യമായ ഈ സംഘടനാ തിരഞ്ഞെടുപ്പുകൾ പോലും നടപ്പിൽ വരുത്താതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. വളരെ വിചിത്രമാണ്. കോൺഗ്രസിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബൂത്ത് പ്രസിഡന്റ് ആവുന്നു, അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റ് ആവുന്നു, അല്ലെങ്കിൽ DCC ഭാരവാഹി ആയി കഴിഞ്ഞാൽ ആ ജീവനാന്തം അവിടെ ഏജ് ബാർ പോലും ഇല്ല, കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അടുത്ത കാലത്ത് ഞങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതിനകത്ത് എഴുത്തു പരീക്ഷ ഉൾപ്പെടെ പിന്നെ അഭിമുഖം ഉൾപ്പെടെ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും വേണമെന്നില്ല. അല്ലെ, രാഹുൽ ഗാന്ധി വന്ന സമയത്ത് അത്തരത്തിൽ ചില പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. ആ സമയത്ത് വന്ന നേതാക്കന്മാരാണ് ഈ BT വെൽറാം, ഷാഫി അങ്ങനെ നമ്മൾ ഇന്നിപ്പോ കാണുന്ന നേതാക്കന്മാരൊക്കെ അങ്ങനെ ആ തരത്തിൽ വന്ന. അങ്ങനെ ഈ തലപ്പൊക്കമില്ലാത്ത നേതാക്കളും പരിചയസമ്പന്നമായ നേതാക്കളും ഈ ഉള്ള നേതാക്കളെ ഈ ഏരിയയിലേക്ക് ചുമതലക്കാരായി പറഞ്ഞു വിടാത്തതും ഒക്കെ പ്രശ്നങ്ങളാണ്. നമ്മൾ കണക്കുകൂട്ടേണ്ടതെന്ന് പറയുന്നത് എപ്പോഴും കോൺഗ്രസിനെ പറ്റി അബദ്ധം അത് തന്നെയാണ്. കാരണം നിങ്ങൾ ഏറ്റുമുട്ടുന്നത് ആരോടെന്നൊരു ചോദ്യമുണ്ട്. BJPയെ പോലെ ഒരു RSSന്റെ ബാക്കപ്പ് ഉള്ള വളരെ പിന്നെ കൃത്യമായ ചിട്ടയോടുകൂടി ഒരു കേഡർ സ്വഭാവത്തോടുകൂടി വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെ എനിക്ക് തോന്നുന്നു സത്യസന്ധമായി പറഞ്ഞാൽ ഒരു 25 കൊല്ലത്തോളം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പിന്നെ സംഘടനാശേഷിയുള്ള കേഡർ സ്വഭാവമുള്ള ഒരു പ്രസ്ഥാനത്തോടാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത്. അത് മാത്രമല്ല ഭരണത്തിന്റെ ആനുകൂല്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതോടൊപ്പം നമ്മൾ ഈക്വലി കോമ്പിറ്റന്റ് ആയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ കഴിയും. അപ്പൊ അതിന് സാധിക്കാത്തതാണ് വാസ്തവത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പിന്നെ കുറവ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ അത് പറഞ്ഞിരുന്നു. ഒരു മികച്ച പ്രതിപക്ഷം ഉണ്ടാകുക എന്ന് വെച്ചാൽ ആ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് പിന്നെ ഭരണത്തിന്റെ ഉറപ്പുള്ള ഭരണത്തിന് അത് അനിവാര്യമായ ഘടകമാണ്. അപ്പൊ വാസ്തവത്തിൽ അത് ചെയ്യാതിരിക്കുക വഴി ഈ ദേശീയ പാർട്ടികൾ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളൊക്കെ തന്നെയും കുറ്റകരമായ അനാസ്ഥയാണ് ചെയ്യുന്നത്. കാരണം
ഇവർ മത്സരിക്കുകയാണ്, ഇവർ ജയിക്കുകയാണ്, മറ്റൊരു പാർട്ടിക്ക് പിന്നെ ഒരു കോമ്പറ്റീഷൻ നൽകുകയാണ്. അതൊന്നും കഴിയാത്തിടത്തോളം കാലം വാസ്തവത്തിൽ ഇവർ ദേശീയ പാർട്ടിയൊന്നും അങ്ങനെ പറയാൻ പോലും ഇവർ അർഹരല്ല എന്നുള്ളതാണ്. പിന്നൊരു കാര്യം, ഇതെന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം നേതാക്കളെ കൊച്ചിലെ കണ്ടെത്തി വാർത്തെടുത്ത് അവരെ പരിചയസമ്പന്നരാക്കി പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത അല്ലെങ്കിൽ സ്വാധീനം കുറയുന്ന മേഖലകളിലേക്ക് അവരെ പറഞ്ഞു വിട്ട് അവിടെ പാർട്ടിയെ വളർത്താൻ അങ്ങനെയുള്ള ഒരു കെട്ടുറപ്പുള്ള സംവിധാനം അങ്ങനെ ആരെങ്കിലും നേതാവ് വളർന്നു വന്ന ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ ബി ജെ പിയിലേക്ക് പോയി. ഇപ്പൊ അതാണ് ഒരു ദുര്യോഗമാണത് വാസ്തവത്തിൽ. അപ്പൊ അവർ നോക്കുമ്പോൾ അപ്പുറത്ത് എല്ലാ സൗകര്യങ്ങളുണ്ട്, കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. മനുഷ്യനിപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചൊന്നും വരാം, അല്ലാതെ വലിയ പാരമ്പര്യം ആവശ്യപ്പെടാമെന്നുള്ള ആൾക്കാരല്ല ഈ പോകുന്നതും. അപ്പൊ അത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇതിന്റെയൊക്കെ കുറവുകളാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അടക്കി ഭരിച്ചിരുന്ന ഈ പിന്നെ വടക്ക് കിഴക്കൻ മേഖല കോൺഗ്രസിന് നഷ്ടപ്പെടാനുള്ള കാരണം. ഇതിൽ നിന്നെങ്കിലും കോൺഗ്രസ് പഠിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റും. മറ്റൊരു കാര്യമുള്ളത്, എക്കാലവും ആ മേഖല എന്ന് പറയുന്നത് കേന്ദ്രം ആര് ഭരിക്കുന്നു അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ആ സ്വഭാവമാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത് മേഖലയാണ്. പക്ഷെ ഇതിപ്പോ പിന്നെ അത് മാത്രമല്ല വാസ്തവത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃത്യമായി അവർക്ക് വികസനം ആ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കോട്ടയാണ്. ഇപ്പോൾ അരുണാചലിൽ എത്തുമ്പോൾ നേരെ സിക്കിമിൽ കാണുകയാണ്. പിന്നെ വ്യക്തികൾക്കും പ്രഭാവമുണ്ട് അവിടെ, ഇല്ലെന്ന് പറയുന്നില്ല. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രത്യേക തരത്തിലുള്ള പിന്നെ ചില പ്രാദേശിക പാർട്ടികൾ പിന്നെ ഉരുത്തിരിഞ്ഞ് വരാനുള്ള ഇപ്പൊ അസാമിലാണെങ്കിൽ പഴയ ആസാം സ്റ്റുഡൻസ് യൂണിയൻ, ഇങ്ങനെ ഒരുപാട് പാർട്ടികൾക്ക് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അതാണ്. അത്തരം സാഹചര്യങ്ങൾ കൂടി അവിടെ ചില പ്രത്യേക പാർട്ടികൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ പാർട്ടികൾക്ക് പിൽക്കാലത്ത് സ്വാധീനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയാണ് വാസ്തവത്തിൽ ഈ വടക്ക് കിഴക്കൻ മേഖല എന്ന് പറയുന്നത്. അവിടെ പിന്നെ ഒരു ദേശീയ പാർട്ടിക്ക് ഈ പറഞ്ഞതുപോലെ മറ്റ് അവർ തന്നെ വരുത്തി വെച്ച കാരണങ്ങൾ കൊണ്ട് ആണ് പിന്നെ പ്രസക്തി നഷ്ടപ്പെട്ടതും ആ സ്പേസിലേക്കാണ് മറ്റൊരു പ്രസ്ഥാനം കടന്നു കയറിയതും അവരത് ഉറപ്പിക്കുന്നതാണ്. വീണ്ടും വീണ്ടും ഉറപ്പിക്കുക, വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്ന അർത്ഥം ആ നാടിനെ വീണ്ടും 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 ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളുമായി കൂട്ടിച്ചേർത്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ സന്തോഷമാണ് വോട്ടുകളായി മാറിയിട്ടുണ്ടാവുക. അതാണ് അവിടെ കണ്ടത്. പൂർണ്ണമായ ഫലങ്ങൾ നാളെ മണിക്കൂറുകൾക്കകത്തറിയാം.